മിഷൻ അരിക്കൊമ്പൻ തുടരുകയാണ്. ഇടുക്കി ചിന്നക്കനാലിൽ ഭീതി പരത്തുന്ന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൌത്യം തുടരുന്നു. 150 പേരുടെ സംഘം 3ആയി തിരിഞ്ഞാണ് ദൌത്യം നടത്തുന്നത്. സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ മയക്കുവെടി വയ്ക്കാനായിരുന്നു ശ്രമം. മയക്കുവെടി വെച്ചാൽ 4 മണിക്കൂർ കൊണ്ട് ദൌത്യം പൂർത്തിയാക്കാമെന്നായിരുന്നു പ്രതീക്ഷ. അരിക്കൊമ്പനെ മാറ്റുന്ന സ്ഥലം രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് വനംവകുപ്പ്. വിവരങ്ങളുമായി ടി സജിത്തും ജി ശ്രീജിത്തും നമുക്കൊപ്പം ചേരുകയാണ്. ഇതായിരുന്നു ഇന്ന് ഇതുവരെ സംഭവിച്ച ദൌത്യങ്ങൾ, നീക്കങ്ങൾ. ഇപ്പോൾ ടി സജിത്തുണ്ട് വിവരങ്ങളുമായി. സജിത്ത്, ഏതാണ്ട് മയക്കുവെടി വെക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സമയം പിന്നിട്ടിരിക്കുന്നു. പക്ഷേ മയക്കുവെടി വെക്കാനായിട്ടില്ല. ദൌത്യം വൈകുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം. എന്താണ് ഇപ്പോഴത്തെ സാഹചര്യം? നമുക്ക് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ എന്തൊക്കെയാണ്? രേണുക, ഇതുവരെ നടന്നത് ഇങ്ങനെയാണ്. അതിരാവിലെ ദൌത്യസംഘം വനത്തിനുള്ളിലേക്ക് പ്രവേശിക്കുന്നു. എനിക്ക് പിന്നിൽ കാണുന്ന ആ മലമുകളിലേക്കാണ് ആനയുണ്ട് എന്ന് പ്രതീക്ഷിച്ച് ദൌത്യസംഘം കടന്നുപോയത്. എന്നാൽ അവിടെ എത്തി അവർക്ക് കാണാൻ കഴിഞ്ഞത് ചക്കക്കൊമ്പൻ എന്ന് വിളിക്കുന്ന മറ്റൊരു ആനയാണ്. അത് അരിക്കൊമ്പനാണോ എന്ന് നിരീക്ഷിച്ച് അവർ അവിടെ കുറെ സമയം കാത്തുനിന്നു. കൂടെ മറ്റു ചില ആനകളും ഉണ്ടായിരുന്നു. ഇതിനിടയിൽ പടക്കം പൊട്ടിച്ച് ആനകളെ കൂട്ടം തിരിക്കാൻ ശ്രമം നടത്തി. ഒടുവിൽ വനംവകുപ്പ് ദൌത്യസംഘം അവിടെ നിന്ന് മടങ്ങിയെത്തി. അത് ചക്കക്കൊമ്പനാണെന്ന് സ്ഥിരീകരിച്ച് അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങളുമായി മറ്റൊരിടത്തേക്ക് നീങ്ങി എന്നതായിരുന്നു സാഹചര്യം. വീണ്ടും അവർ ഇവിടേക്ക് തിരിച്ചു വന്നിരിക്കുന്നു. വീണ്ടും ദൌത്യസംഘം ഇപ്പോൾ ഈ വനത്തിനുള്ളിലേക്ക് വീണ്ടും പ്രവേശിച്ചിട്ടുണ്ട്. പക്ഷേ എന്താണ് നടക്കുന്ന നീക്കം എന്ന കാര്യത്തിൽ വ്യക്തത ഉണ്ടായിട്ടില്ല. തുടക്കത്തിൽ നമ്മൾ പങ്കുവെച്ച ഒരു ആശങ്ക, ഈ കടുത്ത ചൂട് അനുഭവപ്പെട്ട് കഴിഞ്ഞാൽ ഒരു 10 മണിക്കൊക്കെ ശേഷം ദൌത്യം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമോ എന്നൊരു ആശങ്കയാണ്. പക്ഷേ അത്തരമൊരു തടസ്സം ഉണ്ടാവില്ല, അല്ലെങ്കിൽ അത്തരമൊരു തടസ്സത്തെ തങ്ങൾ പ്രശ്നമാക്കുന്നില്ല എന്നതാണ് ദൌത്യസംഘവും വനംവകുപ്പ് മന്ത്രിയും അടക്കം പങ്കുവയ്ക്കുന്നത്. അങ്ങനെയെങ്കിൽ ഇന്ന് ഒരു പകൽ സമയം ചെലവഴിച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇടത്ത് വെച്ച് വെടിവെക്കുക എന്നതാണ്, മയക്കുവെടി വെക്കുക എന്നതാണ് ശ്രമം. നമുക്ക് ലഭിക്കുന്ന ഒരു വിവരം കൂടി കൂട്ടിച്ചേർക്കാനുള്ളത്, ഇനി അരിക്കൊമ്പൻ മാത്രമല്ല മറ്റു ചില ആനകളും ഒന്നിച്ചാണ് നിൽക്കുന്നതെങ്കിൽ പോലും മയക്കുവെടി വെച്ചേക്കാം. മയക്കുവെടി വെച്ചതിന് ശേഷം മറ്റാനകളെ പടക്കം പൊട്ടിച്ച് അവിടെ നിന്നും മാറ്റാനുള്ള ശ്രമമായിരിക്കാം ദൌത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്ന. അത്തരമൊരു നീക്കവും ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും നമുക്ക് കാത്തിരിക്കണം. കാരണം ഇതിൽ സ്ഥിരീകരണം പുറത്തു വരേണ്ടതുണ്ട്. നിലവിൽ ദൌത്യസംഘം വനത്തിനുള്ളിൽ തന്നെയാണുള്ളത്. അവിടെ ആനയെ ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമങ്ങൾ തന്നെ തുടരുകയാണ്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. എനിക്ക് പിന്നിലായി കാണുന്ന ആ മേഖലയിലേക്കാണ് ഏറ്റവും ഒടുവിൽ ദൌത്യസംഘം കടന്നുപോയിരിക്കുന്നത്. അവിടെയാണിപ്പോൾ ദൌത്യസംഘമുള്ളത്. അവിടെ കാണുന്ന മരങ്ങൾ, യുക്കാലി മരങ്ങൾക്കിടയിലായിരുന്നു രാവിലെ ആനയെ കണ്ടത്. അത് ചക്കക്കൊമ്പനായിരുന്നു. പക്ഷേ ഇവിടെ നിന്ന് തന്നെ നമുക്ക് ക്യാമറകളിൽ ദൃശ്യമാവുന്ന തരത്തിൽ തന്നെ ആനയെ അവിടെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. അതിനുശേഷമാണ് 301 കോളനി ഭാഗത്ത്, അതായത് അരിക്കൊമ്പന്റെ ആക്രമണം സ്ഥിരമായി ഉണ്ടാവുന്ന 301 കോളനി ഭാഗത്ത് ആന എത്തിയതായ ചില റിപ്പോർട്ടുകൾ പുറത്തുവരികയും അങ്ങോട്ടേക്ക് ദൌത്യസംഘം പോവുകയും ചെയ്ത്. പക്ഷേ പിന്നീട് ദൌത്യസംഘം തിരിച്ചു വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആനയെ ലൊക്കേറ്റ് ചെയ്ത ഇടമേതെന്ന് സ്ഥിരീകരിച്ചു പറയാൻ ഇപ്പോൾ നമുക്ക് കഴിയില്ല. എന്തായാലും പ്രധാനപ്പെട്ടതാണ്. ഒപ്പം പിന്നിലേക്ക് നോക്കുമ്പോൾ ആനയിറങ്കൽ ഡാമും
നമുക്ക് കാണാം. യാനേറിംഗ് ഡാമിലും ബോട്ടുകളിലും അവിടെ നിരീക്ഷണം നടക്കുന്നത് അല്പസമയം മുമ്പ് നമുക്ക് കാണാമായിരുന്നു. കാരണം ആന പലപ്പോഴും ആ മേഖലയിലും കണ്ടിരുന്നതാണ്. അതുകൊണ്ട് കൂടിയാവാം ആനയെ കൂടുതൽ നിരീക്ഷിക്കുന്നതിന് അത്തരമൊരു സാധ്യതയും ഉപയോഗിച്ചത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. എന്തായാലും ദൗത്യ സംഘത്തിന്റെ വാഹനങ്ങൾ ഇപ്പോൾ താഴെ പാർക്ക് ചെയ്തിരിക്കുകയാണ്. അവിടെ ദൗത്യ സംഘാംഗങ്ങൾ കാത്തുനിൽക്കുന്നു. കൂടുതൽ വനത്തിനുള്ളിലേക്ക് പ്രവേശിച്ചവർ അവർ തിരിച്ചു വരുന്നതിനു വേണ്ടിയോ അവരുമായുള്ള ആശയവിനിമയത്തിനു വേണ്ടിയുള്ള കാത്തിരിപ്പാണിത്. അതിനിടയിൽ ബേസ് ക്യാമ്പിലും ഉന്നത ഉദ്യോഗസ്ഥർ മറ്റു സംവിധാനങ്ങളുമായും കാത്തുനിൽക്കുന്നു എന്നതാണ് സാഹചര്യം. ഇതാണ് ഇതുവരെയുള്ള സാഹചര്യം ഇവിടെ. എന്തായാലും ദൗത്യം ഇന്നത്തെ ദിവസം ഉപേക്ഷിച്ചിട്ടില്ല, അത് തുടരും. തീർച്ചയായും സജിത്ത്, നമുക്കറിയാം ഈ ദൗത്യത്തിനായി പുറപ്പെടുമ്പോൾ ഒരു വരി മാത്രമാണ് മാധ്യമങ്ങളോട് അരുൺ സക്കറിയ സംസാരിച്ചത്. അദ്ദേഹം പറഞ്ഞത് ആനയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല, ആദ്യം ലൊക്കേറ്റ് ചെയ്യട്ടെ എന്നുള്ളതാണ്. ഇപ്പോൾ നമ്മൾക്ക് കാര്യങ്ങൾ കൂട്ടിവായിക്കുമ്പോൾ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതെയാണ് ദൗത്യ സംഘം അവിടെ നിന്ന് പുറപ്പെടുന്നത്. അതിനുശേഷം ചക്കക്കൊമ്പൻ നിന്ന ഭാഗത്തേക്ക് എത്തുന്നു. അത് ചക്കക്കൊമ്പനാണോ അരിക്കൊമ്പനാണോ എന്ന ഒരു സ്ഥിരീകരണത്തിന് വേണ്ടി അവർ അവിടെ സമയം ചെലവഴിക്കുന്നു. അതിനുശേഷം അവർ മറ്റൊരു ഭാഗത്തേക്ക് പോകുന്നു. ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങളിൽ നിന്ന് പോലും നമുക്ക് മനസ്സിലാക്കേണ്ടത് ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ പോലും ദൗത്യ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നാണോ? അങ്ങനെയാണെങ്കിൽ ഈ ദൗത്യത്തിന് ഈ ഘട്ടത്തിൽ ആശ്വാസകരമായ ഒരു സാഹചര്യമല്ല ഇപ്പോഴുള്ളതെന്ന് നമുക്ക് പറയാനാകുമോ? ശുഭകരമായ അത്തരം ഈ ദൗത്യവുമായി ബന്ധപ്പെട്ട അതിന്റെ പുരോഗതി പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു വാർത്ത നമുക്ക് പുറത്തുവിടാൻ കഴിയുന്നില്ല. അങ്ങനെ ഒരു വ്യക്തത ഉണ്ടായിട്ടില്ല. കാരണം രാവിലെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞു എന്നപ്പോൾ നമ്മൾ അത്തരമൊരു വാർത്ത പുറത്തു വന്നപ്പോൾ അങ്ങനെയെങ്കിൽ ഉടൻ തന്നെ മയക്കുവെടി വെച്ച് PT-7 ദൗത്യത്തിലൊക്കെ നമ്മൾ കണ്ടതുപോലെ സമാനമായി വേഗത്തിൽ നടപടി ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ ആ നടപടി നീണ്ടുപോവുകയാണ് ചെയ്തത്. അതിനിടയിൽ പടക്കം പൊട്ടിച്ച് ആനക്കൂട്ടത്തെ ഒഴിവാക്കാനുള്ള ശ്രമം നടത്തി. പക്ഷേ അതിനൊടുവിലാണ് പിന്നീട് ദൗത്യസംഘം അവിടുന്ന് തിരിച്ചു വരുന്നത് നമ്മൾ കണ്ടത്. തിരിച്ചു വന്നത് അത് അരിക്കൊമ്പനല്ല എന്ന സ്ഥിരീകരണം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അവർ തിരികെ വന്നത്. അതിനുശേഷമാണ് മറ്റൊരു ലൊക്കേഷൻ തേടി അവർ പോയിരിക്കുന്നത്. അതായത് കൃത്യമായി ആനയെ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞോ അതെവിടെ എന്നത് സ്ഥിരീകരിച്ചു പറയാൻ നമുക്കിതുവരെയും കഴിയുന്നില്ല. വനം വകുപ്പ് അത്തരം സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നതാണ് സാഹചര്യം. തുടക്കത്തിലുണ്ടായ ആ ചില ആശയക്കുഴപ്പങ്ങൾ അല്ലെങ്കിൽ ഒരു വ്യക്തതക്കുറവ് ഇപ്പോഴും ഈ ദൗത്യത്തിനുണ്ട് എന്നതാണ്. പക്ഷേ വനം മന്ത്രി അടക്കം ആവർത്തിക്കുന്നു, ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. അരിക്കൊമ്പൻ മിഷൻ മുന്നോട്ട് തന്നെയാണ്, അത് ഇന്നും തുടരും. ഇന്ന് പകൽ സമയം മിഷൻ ഉപേക്ഷിച്ചിട്ടില്ല. മിഷൻ അത് ഇന്ന് പരാജയപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും വരും ദിവസങ്ങളിൽ തുടരും എന്ന സൂചനകളും നൽകിയിരുന്നു. ഒരൊറ്റ ദിവസം കൊണ്ട് ഈ ദൗത്യം പൂർണ്ണമാക്കി കളയാം എന്ന് ഒന്നും കരുതിയല്ല ഈ ദൗത്യത്തിലേക്ക് ഈ സംഘാംഗങ്ങൾ എത്തിപ്പെട്ടതും. ഞാൻ സജിത്തിലേക്ക് വരാം. അതിനു മുൻപ് ജി ശ്രീജിത്തിലേക്ക് കൂടി പോകുന്നു. ശ്രീജിത്ത്, ഇപ്പോൾ നല്ല വെയിലുണ്ട്, 9 മണി കഴിഞ്ഞിട്ടുള്ളേ എങ്കിൽ പോലും നല്ല ചൂട് അനുഭവപ്പെടുന്നുണ്ട് എന്നതാണ് സജിത്ത് അവിടെ നിന്ന് നൽകുന്ന വിവരം. 7 മണിക്ക് മുൻപ് തന്നെ മയക്കുവടി വെക്കുക എന്നതായിരുന്നു ദൗത്യസംഘം കണക്ക് കൂട്ടിയിരുന്നത്. അതിനുശേഷം ചൂട് ഉയരുന്നതൊന്നും മയക്കുവടിക്ക് അനുയോജ്യമായ ഒരു സാഹചര്യമല്ല എന്നായിരുന്നു വിലയിരുത്തൽ. പക്ഷേ ദൗത്യം ഇതുവരെ ഉപേക്ഷിച്ചിട്ടുമില്ല. ബേസ് ക്യാമ്പിൽ ചില കൂടിയാലോചനകൾ നടക്കുന്നുണ്ട് എന്ന വിവരങ്ങൾ വരുന്നു. എന്താണ് ഇപ്പോഴത്തെ ആശയവിനിമയം എന്നാണ് മനസ്സിലാക്കുന്നത്? ഇനി ഒരു പക്ഷേ അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ പോലും ഇന്നിനി മയക്കുവെടി വെക്കുക സാധ്യമാകുമോ? ശ്രീജിത്ത്, ഒന്നാമത്തെ കാര്യം ഈ രാവിലെ മയക്കുവെടി വെക്കുക എന്നുള്ളത് അനുയോജ്യമാണ് എന്നുള്ളത് മാത്രമാണ്. മറ്റൊരു സമയത്ത് മയക്കുവെടി വെക്കുന്നത് കൊണ്ട് എന്തെങ്കിലും കൂടുതൽ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളതല്ല അതിനർത്ഥം. രാവിലെ അത് ഏതാണ്ടൊന്ന് ഉണർന്നു വരുന്ന അതിന്റെ ഒരു ഹോർമോണലൊക്കെ കാര്യമനുസരിച്ച് കുറച്ച് ഡോസ് കൊടുത്താൽ മതി അത് മയങ്ങാൻ. അതേസമയം കുറച്ചുകൂടെ കഴിഞ്ഞാൽ ഡോസിന്റെ അളവ് മാറ്റേണ്ടി വരും. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി ഈ രാവിലത്തെ സമയം തിരഞ്ഞെടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. രാവിലെ മാത്രമേ മയക്കുവെടി വെക്കാവൂ എന്നുമില്ല. എന്തായാലും നിലവിൽ ഇവർ തെരച്ചിൽ തുടരുകയാണ്. ദൗത്യത്തിൽ നിന്ന് ഈ നിമിഷം വരെ അവർ പിൻവാങ്ങിയിട്ടില്ല. അവർ തെരച്ചിൽ തുടരുകയാണ്. ഇപ്പോഴും കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയുണ്ട്. പ്രത്യേകിച്ച് കണ്ടെത്തിയാൽ മാത്രം പോരാ, അത് കൃത്യമായ സ്ഥലത്താണ്, അതായത് അവിടെ വാഹനം എത്തി കയറ്റി കൊണ്ടുവരാൻ കഴിയുന്ന സ്ഥലമൊക്കെ ആയിരിക്കണം എന്നൊക്കെയുള്ളതാണ് ഇനിയുള്ള വെല്ലുവിളികൾ. എന്തായാലും ഈ പ്രദേശം മുഴുവൻ അറിയുകയും ഈ കാട്ടിനുള്ളിലൂടെയൊക്കെ സഞ്ചരിക്കുകയും ചെയ്യുന്ന ആദിവാസികൾ ഉൾപ്പെടെയുള്ള വാച്ചർമാരുടെ വലിയ സംഘം തന്നെയാണ് ഈ ദൗത്യ സംഘത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവർ അത് കൃത്യമായ സ്ഥലത്ത് അത് കണ്ടെത്തുക എന്നുള്ളത് മാത്രമാണ് അവരുടെ മുന്നിൽ ഇപ്പോഴുള്ള ഒരു വെല്ലുവിളിയായി നിൽക്കുന്നത്. അത് കണ്ടെത്തിയാൽ ഇപ്പോഴാണെങ്കിലും മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് ദൗത്യ സംഘം ഉള്ളത്. പല കേന്ദ്രങ്ങളിൽ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ട് തന്നെയാണ് തെരച്ചിൽ തുടരുന്നത്.
നേരത്തെ ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ, നേരത്തെ ഇവൻ ഉണ്ട് എന്ന് പുലർച്ചെ ഒക്കെ ലൊക്കേറ്റ് ചെയ്തിരുന്ന സ്ഥലങ്ങളിൽ നിന്ന് അരിക്കൊമ്പൻ മാറിയിട്ടുണ്ട് എന്നുള്ളതുമുണ്ട്. ദൗത്യ സംഘത്തെ സംബന്ധിച്ച് പുലർച്ചെ ആദ്യ ഘട്ടത്തിൽ കണ്ടിരുന്ന ഒരു ആന അത് ചക്കക്കൊമ്പനാണ് എന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് അല്പസമയം കൂടി കഴിഞ്ഞപ്പോൾ കുറച്ചുകൂടി അടുത്തെത്തിയപ്പോഴാണ് അവർക്കത് അതിലുണ്ടായിരുന്നത് ചക്കക്കൊമ്പനാണ് എന്ന് കൃത്യമായി തിരിച്ചറിയാൻ സാധിച്ചത്. അതോടുകൂടിയാണ് അരിക്കൊമ്പനായി മറ്റു സ്ഥലങ്ങളിലേക്ക് തെരച്ചിൽ മാറ്റുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും തെരച്ചിൽ തുടരുകയാണ്. ആലോചനകൾ എന്നുള്ളത് തെരച്ചിൽ എന്നത് തന്നെയാണ്. ബേസ് ക്യാമ്പിൽ ഇപ്പോൾ ആരൊക്കെയാണ് ശ്രീജിത്ത് ഉള്ളത്? എന്തെങ്കിലും ആശയവിനിമയങ്ങൾ ആ നിലയ്ക്ക് നടക്കുന്നുണ്ടോ? ഒരുപക്ഷെ ദൗത്യം നീളാനുള്ള, നാളത്തേക്ക് മാറ്റാനോ ഒക്കെയുള്ള സാധ്യതകളും ആലോചനയിൽ ഉണ്ടാകുമോ? രേണുക, ഉന്നത ഉദ്യോഗസ്ഥരെല്ലാം ദൗത്യ സംഘത്തിനൊപ്പം തന്നെയാണുള്ളത്. ഹൈറേഞ്ച് CCF RS അരുൺ ഉൾപ്പെടെയുള്ളവർ ഇവിടെ നിന്ന് പോയിട്ടുണ്ട്. അത്തരം ആലോചനകൾ തന്നെയാണ് നടക്കുന്നത്. ബേസ് ക്യാമ്പ് കേന്ദ്രീകരിച്ചായിരിക്കില്ല അന്തിമമായ അത്തരം ഒരു തീരുമാനം പ്രഖ്യാപനം ഇനി ഉണ്ടാകുക. അവർ പല സ്ഥലങ്ങളായി ഈ പല ടീമുകൾക്കൊപ്പം തന്നെയാണ് ഉള്ളത് എന്നത് തന്നെയാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. പല ഘട്ടത്തിലായി അവർ പല സമയങ്ങളിലായി അവർ പല സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഇതിലൊരു നമുക്ക് ഒഫീഷ്യലി ചില ഉദ്യോഗസ്ഥർ ഇത്തരം വിവരങ്ങൾ കൈമാറേണ്ട ഉദ്യോഗസ്ഥരിൽ നിന്ന് ലഭിച്ച വിവരമാണ് ഈ രാവിലെ കണ്ടത് ചക്കക്കൊമ്പനാണെന്നും ഇപ്പോഴും ലൊക്കേറ്റ് ചെയ്യാനുള്ള ശ്രമം തുടരുകയാണ് എന്നുമുള്ള വിവരങ്ങൾ. അതെന്തായാലും ഔദ്യോഗികമായി തന്നെ നമുക്ക് അല്പസമയം മുമ്പ് ലഭിച്ച വിവരമാണ്. അത് നമുക്ക് സ്ഥിരീകരിക്കാവുന്ന വിവരവുമാണ്. അത് ആ ശ്രമം പക്ഷേ അവർ ഉപേക്ഷിച്ചിട്ടില്ല. അതായത് അരിക്കൊമ്പനെ കണ്ടെത്താനുള്ള ശ്രമം ഇപ്പോഴും ഉപേക്ഷിച്ചിട്ടില്ല. അതുമായി ദൗത്യ സംഘം ഈ സിമന്റ് പാലം മേഖല, 301 കോളനി ഉൾപ്പെടെയുള്ള മേഖലകളിൽ അവർ തിരച്ചിൽ തുടരുക തന്നെയാണ്. കണ്ടെത്താനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷയുള്ളത്. കണ്ടെത്താനായാൽ ഇപ്പോൾ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു തീരുമാനത്തിലേക്കും അവർ എത്തുകയും ചെയ്യും. തീർച്ചയായും ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. ദൗത്യ സംഘാംഗങ്ങൾ ഇപ്പോഴും ആനയെ കണ്ടെത്തുന്നതിനും അതിനെ മയക്കുവെടി വെക്കാനുള്ള സാധ്യത തേടുന്നതിനും ഉള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് ശ്രീജിത്ത് നൽകുന്ന വിവരം. എന്തായാലും ആശയവിനിമയങ്ങൾ തുടരുന്നുണ്ട്. ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്നത് തന്നെയാണ് ഈ നിമിഷം പറയാനുള്ളത്. പക്ഷേ വിചാരിച്ച അത്ര വേഗത്തിൽ അരിക്കൊമ്പനെ പിടികൂടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങിയില്ല. ദൗത്യം അല്പം വൈകുന്നു എന്നത് തന്നെയാണ് സാഹചര്യം. പക്ഷേ ഇപ്പോഴും മയക്കുവെടി വെക്കാനും പിടിക്കാനും ഇന്ന് തന്നെ പിടികൂടാനുമുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് എന്നും ശ്രീജിത്ത് ചൂണ്ടിക്കാട്ടുന്നുണ്ട്. സജിത്ത് തുടരുന്നുണ്ട്. സജിത്ത്, ശ്രീജിത്ത് വ്യക്തമാക്കിയത് അനുയോജ്യമായ ഒരു സാഹചര്യം, ഏറ്റവും അനുയോജ്യമായ മയക്കുവെടി വെക്കാനുള്ള സമയം മാത്രമാണ് രാവിലെ. പക്ഷേ അതിനുശേഷം പാടില്ല എന്ന് ഇല്ല. അപ്പോൾ ആ ഒരു സാധ്യത മുന്നിൽ കണ്ടു തന്നെ ആയിരിക്കുമോ ദൗത്യസംഘം ഇപ്പോഴും ഈ ദൗത്യം ഉൾക്കാട്ടിൽ തുടരുന്നത്? ഇനി കരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്യാനും അനുയോജ്യമായ സ്ഥലത്ത് കണ്ടെത്താനും കഴിഞ്ഞാൽ മയക്കുവെടി വെക്കും. അതിനുള്ള സാധ്യത തന്നെയാണ് അവർ ആ ദൗത്യം ഇപ്പോഴും തുടരുന്നതിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, അല്ലേ? തീർച്ചയായും രേണുക, അങ്ങനെ തന്നെയാണ്. ഇന്ന് പകൽ സമയം പൂർണ്ണമായും ചെലവഴിക്കാനാകും. മാത്രമല്ല മഴയില്ല, കാലാവസ്ഥ ചൂടിനപ്പുറത്തേക്ക് മറ്റ് പ്രതികൂല സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അത് ഉപയോഗപ്പെടുത്തി ദൗത്യം നടത്താനുള്ള സമയം ഇന്നുണ്ട്. അതുകൊണ്ട് വളരെ സമയമെടുത്ത് ആലോചിച്ച് ആ ദൗത്യവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യമുണ്ട്. അതിരാവിലെ തുടങ്ങിയെങ്കിൽ കൂടിയും അത് അപ്പോൾ ദൗത്യത്തിന്റെ ഒരു പ്രധാന ഘട്ടം പിന്നിടാൻ കഴിഞ്ഞില്ല എന്നതൊന്നും ഈ ദൗത്യത്തിൽ വെല്ലുവിളിയാവുന്നില്ല എന്ന് വേണം നമുക്ക് നിലവിലെ സാഹചര്യങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ. അതാണ് ഇപ്പോഴത്തെ അവരുടെ ഇടപെടലിൽ നിന്നും മനസ്സിലാവുന്നതും. എന്തായാലും ദൗത്യസംഘം വനമേഖലയിലുണ്ട്, ആനയെ ലൊക്കേറ്റ് ചെയ്തുകൊണ്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. പക്ഷേ അത് എത്രമാത്രം ഏത് രീതിയിൽ നടക്കുന്നു എന്ന കാര്യത്തിലാണ് വ്യക്തത വരുത്തേണ്ടുള്ളത്. എന്തായാലും ഒരു വിശാലമായ ആസൂത്രണം ഇക്കാര്യത്തിൽ വനം വകുപ്പും സർക്കാർ വകുപ്പുകളും നടത്തിയിട്ടുണ്ട്. വനം വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചിട്ടുള്ള ഒരു പ്രവർത്തനമാണ് നടത്തുന്നത്. അതിൽ പോലീസുണ്ട്, റവന്യൂ വകുപ്പുണ്ട്, ഒപ്പം തന്നെ ഗതാഗത വകുപ്പുണ്ട്, ഫയർഫോഴ്സ് ഉണ്ട്. അങ്ങനെ വിവിധ വകുപ്പുകളുടെ ഒരു ഏകോപനമാണ് സാധ്യമാക്കിയിരിക്കുന്നത്. കാരണം ആനയെ ദൗത്യസംഘം വനത്തിനുള്ളിൽ മയക്കുപിടി വെക്കുന്നു, അതിനെ പുറത്തേക്ക് എത്തിക്കുന്നു, അതിനുശേഷം മറ്റിടങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു, അതിനുവേണ്ടി വരുന്ന നിയന്ത്രണങ്ങൾ, ഇതിനൊക്കെ വേണ്ടി വിശാലമായ ഒരു ഇടപെടൽ നടത്തിയിട്ടുണ്ട്. ഇതിനുവേണ്ടി നടക്കുന്ന ആശയവിനിമയങ്ങളിലാണ് ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല എന്ന് വളരെ വ്യക്തമായി തന്നെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. കാരണം എല്ലാവരോടും സജ്ജമായി തന്നെ ഇപ്പോൾ
ഇപ്പോഴും നിൽക്കാനാണ് പൊതുവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് ദൗത്യം മുന്നോട്ടാണ്. ദൗത്യം ഇന്ന് പകൽ സമയം പൂർണ്ണമായും ചെലവഴിച്ചെങ്കിൽ ആണെങ്കിൽ കൂടിയും ആനയെ മയക്കുവെടിവെക്കാനുള്ള ദൗത്യം തുടരുക തന്നെ ചെയ്യും. അങ്ങനെയെങ്കിൽ പുറത്തു കൊണ്ടുവന്നാൽ ഇത് പുറത്തേക്ക് കൊണ്ടുപോകുന്ന സ്ഥലം ഒരു സസ്പെൻസ് ആണെങ്കിൽ കൂടിയും അവിടെ അത് ഏത് സ്ഥലത്തേക്കാണെങ്കിൽ കൂടിയും അവിടേക്ക് ഗതാഗത സൗകര്യം ഒരുക്കാനും വലിയ സജ്ജീകരണം ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം ഇതിൽ വെല്ലുവിളിയായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു കാര്യമുള്ളത്, ഈ ദൗത്യം ഇന്നത്തെ ദിവസം നടക്കാതെ വരികയും കൂടുതൽ ദിവസങ്ങളിലേക്ക് ദൗത്യം തുടരേണ്ടി വരികയും ചെയ്താൽ ഈ പ്രദേശത്ത് ഇപ്പോൾ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇവിടുത്തെ പൊതുജീവനത്തിന് സാധാരണ രീതിയിലുള്ള ജീവിതത്തിന് തടസ്സം ഏർപ്പെടുന്ന രീതിയിലുള്ള നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ആ നിയന്ത്രണങ്ങൾ വരും ദിവസങ്ങളിലും തുടരേണ്ടി വരുമെന്നൊരു വെല്ലുവിളിയുണ്ട്. അത് സ്വാഭാവികമായും ചില പ്രതിഷേധങ്ങൾക്കും ഇടവെച്ചേക്കാം. പക്ഷേ എന്തായാലും ഈ ദൗത്യം മുന്നോട്ട് തന്നെയാണ്. ദൗത്യവുമായി പ്രദേശവാസികളും അടക്കം എല്ലാവരും നല്ല രീതിയിൽ സഹകരിക്കുന്നുണ്ട്. സർക്കാരിന്റെ എല്ലാ വകുപ്പുകളും വളരെ ഏകോപനത്തോടെ ഇതുവരെ പ്രവർത്തിച്ചും വരുന്നുണ്ട്. തീർച്ചയായും എന്തായാലും നിരോധനാജ്ഞ ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ട് നടക്കുന്ന ഒരു ദൗത്യമാണ്. ആ രീതിയിൽ വലിയ സജ്ജീകരണങ്ങളോടെ നടക്കുന്ന ജനങ്ങളുടെ സ്വൈര്യ വിഹാരത്തെ പോലും തടസ്സപ്പെടുത്തി നടക്കുന്ന, നിരോധനം ഏർപ്പെടുത്തി നടക്കുന്ന ഒരു ദൗത്യമായതുകൊണ്ട് അത് വളരെ പെട്ടെന്ന് പൂർത്തീകരിക്കുക എന്ന ഒരു ലക്ഷ്യം ദൗത്യ സംഘത്തിനെ സംബന്ധിച്ചുണ്ട്. അതുകൊണ്ടാകും ഇന്ന് പ്രതീക്ഷിച്ച സമയത്തിനുള്ളിൽ ലൊക്കേറ്റ് ചെയ്യാൻ കഴിയാതിരുന്നിട്ട് പോലും ആ ദൗത്യം ഉപേക്ഷിക്കാതെ ഇനിയുള്ള സാധ്യതകളും ദൗത്യ സംഘം തേടുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. എന്തായാലും എല്ലാവരും അവിടെ നിന്ന് അരിക്കൊമ്പൻ പിടിയിലായി എന്ന ഒരു വാർത്ത ആണ് പ്രതീക്ഷിക്കുന്നത്. മയക്കുവെടി വെച്ചു പിടികൂടി എന്ന ഒരു വാർത്തയാണ് പ്രതീക്ഷിക്കുന്നത്. ആ ശുഭവാർത്ത കേൾക്കാം എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നമുക്ക് ഈ വാർത്തയിലേക്ക് തിരിച്ചെത്താം ഒരു ഇടവേളയ്ക്ക് ശേഷം. ഇടുക്കി ചിന്നക്കനാലിൽ ഭീതി പരത്തുന്ന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൗത്യം തുടരുകയാണ്. 150 പേരുടെ സംഘം 3ആയി തിരിഞ്ഞാണ് ദൗത്യത്തിൽ ഏർപ്പെട്ടിരിക്കുന്നത്. സൂര്യോദയത്തിന് തൊട്ട് പിന്നാലെ മയക്കുവെടി വെക്കാനായിരുന്നു ശ്രമം. എന്നാൽ ഇതുവരെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ആയിട്ടില്ല. ആദ്യം കണ്ട ആനക്കൂട്ടം അത് ചക്കക്കൊമ്പനും മറ്റാനകളുമായിരുന്നു. അതിനുശേഷം ഉൾക്കാട്ടിലേക്ക് പോയ ദൗത്യസംഘം പിന്നീട് അവിടെ നിന്ന് തിരിച്ചെത്തി ആദ്യം എത്തിയ സ്ഥലത്ത് നിൽക്കുകയാണ്. ദൗത്യം നീളുന്നു എന്നതാണ് ഇപ്പോഴുള്ള അവസ്ഥ. പക്ഷേ ഇന്ന് തന്നെ ദൗത്യം പൂർണ്ണമാക്കാനുള്ള സാധ്യതകൾ തേടുകയാണ് ദൗത്യസംഘം. നമുക്കൊപ്പം ജി ശ്രീജിത്ത് വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീജിത്ത്, ദൗത്യസംഘത്തിന് മുന്നിൽ ചില പ്രതിസന്ധികൾ ഉണ്ട്. വാഹനം ഈ ആന നിൽക്കുന്ന സ്ഥലത്തേക്ക് എത്താൻ കഴിയുന്നില്ല. അത് ഉൾക്കാട്ടിലേക്ക് ആന പോയിരിക്കുന്നു. മറ്റ് ആനകളുടെ സാന്നിധ്യമുണ്ട്, ചക്കക്കൊമ്പന്റെ സാന്നിധ്യമുണ്ട്. അങ്ങനെ നിരവധി പ്രതിസന്ധികൾ ദൗത്യസംഘത്തിന് മുന്നിലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് ദൗത്യസംഘത്തിന്റെ നീക്കമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി അങ്ങോട്ട് ദൗത്യം ഇന്ന് തുടർന്നു കൊണ്ടുപോകുക എത്രമാത്രം വെല്ലുവിളി നിറഞ്ഞതാകും? രേണുക, വെല്ലുവിളി നിറഞ്ഞത് തന്നെയാണ്. പക്ഷേ ദൗത്യസംഘം ആ ശ്രമം തുടരുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് തന്നെ അതിനെ പിടികൂടാനുള്ള ശ്രമങ്ങൾ തന്നെയാണ് നടത്തുന്നത്. ഇപ്പോഴും തുടരുകയാണ്. വിവിധ സംഘങ്ങൾ, ഏതാണ്ട് 150ഓളം പേരുണ്ട്. അതിൽ വിവിധ സംഘങ്ങൾ ട്രാക്കിംഗ് ടീമടക്കമുണ്ട്. രാവിലെ ട്രാക്ക് ചെയ്ത് അതിന് ഈ അരിക്കൊമ്പൻ ഉണ്ടായിരുന്ന സ്ഥലത്തേക്ക് ഏതാണ്ട് അടുത്തേക്ക് എത്താൻ കഴിഞ്ഞെങ്കിലും പക്ഷെ പിന്നീടാണ് തിരിച്ചറിഞ്ഞത് ആ ആനക്കൂട്ടത്തിൽ അരിക്കൊമ്പൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളത്. ഒരു ആനക്കൂട്ടത്തെയാണ് കണ്ടത്, അതിനുള്ളിൽ അരിക്കൊമ്പൻ ഉണ്ട് എന്നുള്ളതായിരുന്നു. കാരണം അരിക്കൊമ്പനെ സ്ഥിരമായി കാണുന്ന പ്രദേശത്ത് തന്നെയാണ് അതിനെ കണ്ടത്. പക്ഷെ അവിടെ ഉണ്ട് എന്നായിരുന്നു പ്രതീക്ഷ. പക്ഷെ അവിടെ നിന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഇതോടെയാണ് ദൗത്യസംഘം മറ്റ് മേഖലകളിലേക്ക്, വിവിധ സ്ഥലങ്ങളിലേക്ക് തിരയാൻ തുടങ്ങിയത്. എടുത്ത് പറയാനുള്ളത് തെരച്ചിൽ തുടരുന്നു എന്ന് മാത്രമാണ്. ഔദ്യോഗികമായി തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരെ നമുക്ക് നേരിട്ട് സംസാരിക്കാൻ കഴിഞ്ഞിരുന്നു ദൗത്യസംഘത്തിലുള്ള ഉദ്യോഗസ്ഥരെടുത്ത്. അവർ പറയുന്ന അനുസരിച്ച് തെരച്ചിൽ തുടരുകയാണ്. കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. പക്ഷേ ദൗത്യം ഇതുവരെയും അവസാനിപ്പിച്ചിട്ടില്ല. ലൊക്കേറ്റ് ചെയ്ത ശേഷം അതിലേക്ക് പോകാം എന്നുള്ളതാണ്. രാവിലെ ഇവിടെ നിന്ന് പുറപ്പെടുമ്പോൾ അരുൺ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവർ പറഞ്ഞതും ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതായിരുന്നു. 7 മണിയോടുകൂടി തന്നെ ഇത് ആദ്യം ഉണ്ടായിരുന്ന ആന അരിക്കൊമ്പൻ അല്ല എന്നുള്ള സൂചനകൾ വന്നിരുന്നു. പിന്നീടാണ് അത് സ്ഥിരീകരിച്ചത്. അതിനുശേഷമാണ് ആനക്കൂട്ടത്തിന് സമീപത്ത് നിന്ന് മറ്റ് ഉദ്യോഗസ്ഥർ പിൻവാങ്ങുകയും ചെയ്തത്. അതിന്റെ ദൃശ്യങ്ങളാണ് നേരത്തെ TG സജിത്തും പ്രശാന്ത് മംഗലശ്ശേരിയും ഒക്കെ പകർന്നത്. എന്തായാലും ഇപ്പോഴും പക്ഷെ ശ്രമം തുടരുന്നുണ്ട്. ശ്രമം ഉപേക്ഷിച്ചിട്ടില്ല. കഴിയുമെങ്കിൽ ഇന്ന് തന്നെ പിടികൂടുക എന്നുള്ളതാണ്. എന്തായാലും നിലവിൽ ഇങ്ങനെ തുടരാനുള്ള ഒരു സാഹചര്യം കൂടിയുള്ളത് തെളിഞ്ഞ കാലാവസ്ഥയാണ്. വളരെ തെളിഞ്ഞ കാലാവസ്ഥയാണ്. ഒട്ടും കാർമേഘത്തിന്റെ സാന്നിധ്യം ഒട്ടുമില്ല. പക്ഷെ ഉച്ചയ്ക്ക് ശേഷം സാധാരണഗതിയിൽ ഇത്തരം മേഖലകളിൽ മഴ ഉണ്ടാകാറുണ്ട്. മഴ ഉണ്ടായാൽ അതൊരു പ്രതിസന്ധിയുണ്ട്. എന്തായാലും ഈ കാലാവസ്ഥ കൂടി വിലയിരുത്തിയ ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ
പിന്നീട് എന്തെങ്കിലും പിൻവാങ്ങണമെങ്കിൽ അക്കാര്യത്തിൽ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുക. നിലവിൽ ദൗത്യം മുന്നോട്ട് പോകുന്നു. പക്ഷേ നിലവിൽ ദൗത്യം തുടരുന്നു എന്നത് മാത്രമാണ് പ്രതീക്ഷ നൽകുന്നത്. ശ്രീജിത്തിനോടാണ് ദൗത്യത്തിന് പുറപ്പെടും മുൻപ് അരുൺ സഖറിയ മാധ്യമങ്ങളോട് പറഞ്ഞപ്പോൾ ശ്രീജിത്ത് അവിടെയുണ്ട്. ആനയെ ലൊക്കേറ്റ് ചെയ്യട്ടെ ആദ്യം എന്നതാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഒരു പക്ഷേ മാധ്യമങ്ങളിൽ നിന്ന് വിവരം ഒളിപ്പിച്ചു വെക്കുന്നതാകാം, അല്ലെങ്കിൽ കൃത്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പോയി ഇപ്പോൾ അത് വെളിപ്പെടുത്തേണ്ട എന്ന ലക്ഷ്യത്തിലാകാം അവർ അങ്ങനെ ഒരു പ്രതികരണം അരുൺ സഖറിയ നടത്തിയത് എന്നതാണ്. പക്ഷേ യഥാർത്ഥ സാഹചര്യമാണ് അദ്ദേഹം പറഞ്ഞത് എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ചക്കക്കൊമ്പനെയാണ് ആദ്യം കണ്ടത്. അത് അവിടെ ദൗത്യ സംഘം കുറച്ചു നേരം ചിലവഴിക്കുന്നു, അതിനുശേഷം ഉൾക്കാട്ടിലേക്ക് പോകുന്നു, പിന്നീട് അവിടെ നിന്ന് തിരിച്ചെത്തുന്നു എന്നതാണ് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത്. ഈ ദൗത്യ സംഘത്തിന് ഇതുവരെ ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണോ വ്യക്തമാകുന്നത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ് ഉദ്യോഗസ്ഥർ നമുക്ക് നൽകുന്ന വിവരം. ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രാഥമിക ഘട്ടം പോലും കടന്നിട്ടില്ല ഇല്ലേ? പ്രാഥമിക ഘട്ടം എന്ന് പറയാൻ കഴിയില്ല രേണുക. അതായത് നമുക്ക് ഇതൊരു അരമണിക്കൂർ മുൻപുള്ള ഇൻഫർമേഷനാണ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഓരോ നിമിഷവും അവർ കാട്ടിൽ പല സംഘങ്ങളായി തിരിഞ്ഞുകൊണ്ടുള്ള പരിശോധനകൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമാണ്. പക്ഷേ ഈ ലൊക്കേറ്റ് ചെയ്താൽ തന്നെ കാട്ടിന് ഉള്ളിൽ നിന്നാണ് കൃത്യമായ വിവരങ്ങൾ വരേണ്ടതുണ്ട്. അതിന് വിവരങ്ങൾ വരാൻ താമസമെടുക്കും. പക്ഷെ ഒരു കാര്യം ഉറപ്പ്, ദൗത്യ സംഘം ദൗത്യം അവസാനിപ്പിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഒരുപക്ഷെ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ദൗത്യത്തിലേക്ക് കടന്നിട്ടുണ്ടാകാം. പക്ഷെ അതിന് ഒന്ന് കാത്തിരിക്കണം. നമുക്ക് ക്ഷമയോടുകൂടി കാത്തിരുന്നാൽ മാത്രമേ അതിനൊരു വിവരം അത്തരത്തിലേക്ക് എത്തുകയുള്ളൂ. ഉദ്യോഗസ്ഥരാണെങ്കിലും അത്തരത്തിൽ വലിയ അക്ഷമരായി തന്നെ പുലർച്ചെ ഏതാണ്ട് 4 മണിക്ക് ഇവിടെ സംഘടിച്ച് പുറപ്പെട്ടതാണ്. അരുൺ സഖറി ഉൾപ്പെടെയുള്ള സംഘം പോകുമ്പോൾ അതിനു മുൻപ് തന്നെ RS അരുൺ റേഞ്ച് ഉദ്യോഗസ്ഥൻ പറഞ്ഞത് അതിനെ കണ്ടെത്തി എന്നുള്ളതായിരുന്നു. അത് പക്ഷെ കണ്ടെത്തി എന്നുള്ള ഇൻഫർമേഷൻ കറക്റ്റ് ആയിരുന്നു. പക്ഷെ അതൊരു ആനക്കൂട്ടമായിരുന്നു, അതിൽ അരിക്കൊമ്പൻ ഉണ്ട് എന്നുള്ളതായിരുന്നു വിലയിരുത്തൽ. നമുക്കറിയാം ആ സമയത്ത് വെളിച്ചമില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വെളിച്ചമില്ലാത്ത സമയത്ത് അക്കാര്യത്തിൽ ഒരു സ്ഥിരീകരണം വരാത്തത് കൊണ്ടാണ് നേരത്തെ അരുൺ സഖറിയ പോയപ്പോൾ അത് ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയാൻ കാരണം അത് തന്നെയാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടില്ല എന്നുള്ള ഒരു കൃത്യമായ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ്. പിന്നീടാണ് കുറച്ചുകൂടി നേരം വെളുത്തപ്പോഴാണ് അത് സംബന്ധിച്ച് ഒന്നുകൂടി സ്ഥിരീകരിക്കാനായത്. നമുക്കറിയാം ഈ ആനക്കൂട്ടത്തിന് സമീപത്തേക്ക് ഈ ദൗത്യസംഘം എത്തുകയും ചെയ്തിരുന്നു. കാരണം ആനക്കൂട്ടത്തിനുള്ളിൽ ഈ ആന ഉണ്ട് എന്നുള്ള ഒരു സൂചനയുടെ അടിസ്ഥാനത്തിലായിരുന്നു പോയത്. പിന്നീടാണ് അവർ തിരിച്ചറിയുകയും ഇപ്പോൾ മറ്റ് സ്ഥലങ്ങളിൽ പരിശോധന തുടരുകയും. തീർച്ചയായും എന്തായാലും 4:50 4:45 ആദ്യ ദൗത്യ സംഘം അതിന്റെ ഒരു ഭാഗം പുറപ്പെടുകയാണ്. അങ്ങനെയാണെങ്കിൽ ഏതാണ്ട് 4.5 മണിക്കൂർ പിന്നിട്ടിരിക്കുകയാണ് ദൗത്യം. പക്ഷേ ആനയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല എന്നതാണ് സാഹചര്യം. നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന ഔദ്യോഗിക വിവരം അനുസരിച്ച് ആനയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല എന്നതാണ്. പക്ഷേ അതിനുള്ള സാധ്യതകൾ കൈവിട്ടിട്ടില്ല. ദൗത്യം തുടരുകയാണ്. ദൗത്യ സംഘം ഇപ്പോഴും കാട്ടിനുള്ളിൽ തമ്പടിച്ചിരിക്കുന്നു. 3 മണിവരെ മയക്കുവെടി വയ്ക്കാൻ നിയമം അനുവദിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അതിനുള്ളിൽ ആനയെ കണ്ടെത്തി മയക്കുവെടി വെക്കുക, ഇന്ന് തന്നെ പിടികൂടുക എന്ന ലക്ഷ്യമാണ് ദൗത്യ സംഘത്തിനുള്ളത്. ആ പ്രതീക്ഷയിലാണ് ദൗത്യ സംഘം കാട്ടിനുള്ളിൽ തുടരുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങളുടെ പ്രതിനിധികൾ ജി ശ്രീജിത്തും TG സജിത്തും അവിടെ തുടരുന്നുണ്ട്. വാർത്തകളിലേക്ക് വളരെ പെട്ടെന്ന് തിരിച്ചെത്താം ഇടവേളയ്ക്ക് ശേഷം. വിജിലൻസും അന്വേഷണം ഊർജിതമാക്കിയിരിക്കുന്നു. നന്ദി ഉമേഷ്. ക്യാമറ വിവാദത്തിൽ അഭ്യൂഹങ്ങൾക്ക് മേൽ പ്രതികരണത്തിനില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ. സത്യം പുറത്തുവരട്ടെ എന്നും അദ്ദേഹം പറഞ്ഞു. ക്യാമറകളിലൂടെ നിയമം കർശനമാക്കുമ്പോൾ പൊതുജനങ്ങൾക്കുണ്ടാകുന്ന അസൗകര്യം സർക്കാർ പരിശോധിക്കണമെന്നും കാനം രാജേന്ദ്രൻ. പരിശോധിക്കാൻ ഏതായാലും തീരുമാനിച്ചിട്ടുണ്ട്. പക്ഷേ അത് ജനങ്ങൾ കുറച്ച് അസൗകര്യം ഉണ്ടാക്കുന്നുണ്ട് എന്നൊരു പ്രശ്നമുണ്ട്. കാരണം ഒരു ഭാര്യയും ഭർത്താവും ജീവനക്കാരനാണെങ്കിൽ കുട്ടിയുമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ നടപ്പിലായി വരുമ്പോൾ ഗവൺമെൻറ് പരിശോധിക്കേണ്ട കാര്യങ്ങളാണ്. ഏതായാലും ഒരു മാസക്കാലം
ഇത് ട്രയൽ എന്നുള്ള നിലയിലാണല്ലോ നടക്കുന്നത്. ആരുടെയും പേര് കേസൊന്നും എടുക്കുന്നില്ലല്ലോ. ആ 1 മാസക്കാലത്തെ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബന്ധപ്പെട്ട വകുപ്പ് അതിനെ സംബന്ധിച്ച് തീരുമാനമെടുക്കും. AI ക്യാമറ വിവാദത്തിൽ സർക്കാരിനെതിരെ നീക്കങ്ങൾ ശക്തമാക്കി പ്രതിപക്ഷം. നിയമ നടപടിയും തുടർ സമരങ്ങളും ചർച്ച ചെയ്യാൻ UDF ഉന്നതാധികാര സമിതി യോഗം തുടങ്ങി. കരാറുമായി ബന്ധപ്പെട്ട് കൂടുതൽ രേഖകൾ കെൽട്രോൺ പ്രസിദ്ധീകരിച്ചേക്കും. വ്യവസായ വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയും അന്വേഷണം ആരംഭിച്ചു. ആരോപണങ്ങളിൽ വിജിലൻസും അന്വേഷണം ഊർജിതമാക്കി. പരാതി വന്നു എന്ന് പറഞ്ഞ് പദ്ധതി നിർത്തിവെക്കാൻ കഴിയില്ലെന്ന് ഗതാഗത മന്ത്രി പറഞ്ഞു. ആ ആക്ഷേപത്തിന് യാതൊരു അടിസ്ഥാനവുമില്ല. കാരണം ഏതെങ്കിലും ഒരു പദ്ധതിയെക്കുറിച്ച് അത് ഇംപ്ലിമെൻ്റ് ചെയ്തതിന് ശേഷം, അത് ഇംപ്ലിമെൻ്റ് ചെയ്തത് ഉദ്ഘാടനത്തിന് മുമ്പ് തന്നെ അതിൻ്റെ ട്രയൽ റൺ എല്ലാം കഴിഞ്ഞിരുന്നു, 8 മാസങ്ങൾക്ക് മുമ്പ് തന്നെ. ഈ വിജിലൻസ് അന്വേഷണത്തിന് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ ട്രയൽ റൺ കഴിഞ്ഞതാണ്, എക്സിക്യൂഷൻ കഴിഞ്ഞതാണ്. അപ്പോൾ ഒരു പരാതി വന്നതിൻ്റെ പേരിൽ ഈ ഇത്രയും ബൃഹത്തായൊരു പദ്ധതി നമ്മൾ ആ അന്വേഷണം പൂർത്തിയായി അതിൻ്റെ വിജിലൻസ് എല്ലാം നടപടി പൂർത്തിയാകുന്നത് വരെ ഒരു പദ്ധതിയും അങ്ങനെ നിർത്തിവെക്കാൻ കഴിയില്ല. നിർത്തിവെച്ച ചരിത്രവുമില്ലല്ലോ, അങ്ങനെ നിർത്തിവെക്കാൻ കഴിയുകയില്ലല്ലോ. ആ അന്വേഷണത്തിൽ കഴമ്പുണ്ടോ എന്നുള്ളത് പരിശോധിക്കട്ടെ. ആ പരിശോധിച്ചാൽ അത്തരം ആളുകളുടെ നടപടി വേണമെങ്കിൽ അതിൻ്റെ നടപടി എടുക്കുക. അതിൻ്റെ പേരിൽ പദ്ധതിയെ നമുക്ക് നിർത്തിവെക്കാൻ പറയാമെന്നത് ശരിയല്ലല്ലോ. ഡാൻ കുര്യനും ഉമേഷ് ബാലകൃഷ്ണനും ചേരുന്നുണ്ട്. ആദ്യം ഡാനിലേക്ക്. ഡാൻ, പ്രതിപക്ഷം എത്തരത്തിലാണ് നീക്കം നടത്തുന്നത്? ഉന്നതാധികാര സമിതി പ്രധാനമായി ചർച്ച ചെയ്യുന്നത് എന്തൊക്കെ കാര്യങ്ങളാണ്? സമരമാണോ? നിയമപരമായി എത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് UDFന്റെ തീരുമാനം? സർക്കാരിനെതിരായി ശക്തമായ സമര പരിപാടികൾക്ക് തുടക്കം കുറിക്കുന്നതിനുള്ള നീക്കങ്ങളുടെ ഭാഗം സമയം മുമ്പ് ആരംഭിച്ചിരിക്കുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ള നേതാക്കൾ, അതായത് കുറച്ചധികം നാളുകളായി രമേശ് ചെന്നിത്തല UDF യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുത്തിരുന്നില്ല. പക്ഷെ അദ്ദേഹം ഉൾപ്പെടെയുള്ള നേതാക്കളെല്ലാം ഇന്നത്തെ ഈ ഉന്നതാധികാര സമിതി യോഗത്തിൽ പങ്കെടുക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അദ്ദേഹം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളെ കാണുന്നുമുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കൂടുതൽ കൃത്യമായ തെളിവുകൾ, അതായത് ഈ പ്രതിപക്ഷം ഉന്നയിക്കുന്ന ആരോപണങ്ങളുടെ കഴമ്പ് ഉണ്ട് എന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള കൂടുതൽ തെളിവുകൾ ഈ AI ക്യാമറ വിവാദവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാക്കൾ അത് പുറത്തുവിടാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ 1 വർഷം മാത്രം തെരഞ്ഞെടുപ്പിന് ബാക്കി നിൽക്കെ തുടർ സമര പരിപാടികൾ എങ്ങനെയായിരിക്കണം, സർക്കാരിനെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിൽ ഈ ആശയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രചരണ പരിപാടികളും ഇന്നത്തെ UDF ഉന്നതാധികാരി സമിതി യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് വിവരം. ധന്യ. നന്ദി. ഡാൻ. ഉമേഷ് ബാലകൃഷ്ണൻ ചേരുന്നുണ്ട്. ഉമേഷ്, കെൽട്രോണും സർക്കാരും എത്തരത്തിലായിരിക്കും ഈ നീക്കങ്ങളെ പ്രതിരോധിക്കുക? കഴിഞ്ഞ ദിവസം തന്നെ ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കരാർ രേഖകളും കെൽട്രോൺ പുറത്തുവിടാൻ തീരുമാനിച്ചിരുന്നു. പ്രധാനമായി കെൽട്രോൺ ക്യാമറ സ്ഥാപിക്കാൻ വേണ്ടിയെടുത്ത ഉപകരാറുകൾ ഓരോ കമ്പോണൻസും, അതായത് ക്യാമറ ഇടുക്കി ചിന്നക്കനാലിൽ ഭീതി പരത്തുന്ന അരിക്കൊമ്പനെ പിടികൂടാനുള്ള ദൌത്യം തുടരുകയാണ്. 150 പേരുടെ ദൌത്യസംഘം 3ആയി തിരിഞ്ഞാണ് ദൌത്യത്തിന് ഏർപ്പെട്ടിട്ടുള്ളത്. സൂര്യോദയത്തിന് തൊട്ടു പിന്നാലെ മയക്കുവെടി വയ്ക്കാനായിരുന്നു ശ്രമം. പക്ഷേ ഇതുവരെയും മയക്കുവെടി വയ്ക്കാനായിട്ടില്ല, ആനയെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല എന്നതാണ് വെല്ലുവിളി ഉയർത്തുന്ന സാഹചര്യം. മയക്കുവെടി വെച്ചാൽ 4 മണിക്കൂർ കൊണ്ട് ദൌത്യം പൂർത്തിയാകും. പക്ഷേ ഇതുവരെയും ആനയെ ലൊക്കേറ്റ് ചെയ്യാൻ ദൌത്യസംഘത്തിനായിട്ടില്ല എന്നതാണ് നമുക്ക് ഔദ്യോഗികമായി ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം. ഒരു പക്ഷേ പിന്നീട് സാഹചര്യങ്ങൾ മാറിയിട്ടുണ്ടോ എന്നത് വ്യക്തമല്ല. കാരണം ഉൾക്കാട്ടിലാണ് ഇപ്പോൾ ദൌത്യസംഘാംഗങ്ങൾ ഉള്ളത്. നമുക്കൊപ്പം നമ്മുടെ പ്രതിനിധികൾ കൂടി ചേരുകയാണ്. ശ്രീജിത്ത് ഉണ്ട്. ശ്രീജിത്ത്, എന്താണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരങ്ങൾ? നമുക്കറിയാം ദൌത്യസംഘം എന്തായാലും ശ്രമം തുടരുകയാണ്. അവർ കാട്ടിനുള്ളിൽ തന്നെ തുടരുന്നു. 3 മണിവരെ മയക്കുവെടി വെക്കാവുന്ന ഒരു സാഹചര്യമുണ്ട്, അത് നിയമം അനുവദിക്കുന്നുണ്ട്. അപ്പോൾ അതിനുള്ളിൽ പിടികൂടാനും ആനയെ കൊണ്ടുവരാനും ഒക്കെയുള്ള ശ്രമങ്ങൾ നടക്കുമോ എന്ന സാധ്യത തേടുകയായിരിക്കും ഈ ദൌത്യസംഘം. പക്ഷേ അരിക്കൊമ്പൻ എന്ന് വരുമ്പോൾ സാഹചര്യങ്ങൾ മാറുന്നില്ലേ? 5 മയക്കുവെടികൾ വരെ അതിജീവിച്ച് വനം വകുപ്പിനെ മുട്ടുകുത്തിച്ച ആന ആണ് അരിക്കൊമ്പൻ. ആ ഒരു മുൻകാല അനുഭവം ഉള്ളതും അരിക്കൊമ്പൻ എന്ന ആനയുടെ പ്രത്യേകതകളും ഈ ദൌത്യസംഘത്തിന് എത്രമാത്രം വെല്ലുവിളി ഉയർത്തും? ഇന്ന് ഈ ദൌത്യം പൂർണ്ണമാക്കുന്നതിന്, അതിനുള്ള ശ്രമം തുടരുന്നതിന് എത്രമാത്രം വെല്ലുവിളി ഉണ്ടാക്കും? വെല്ലുവിളികൾ ഉണ്ട് സ്വാഭാവികമായും രേണുക. പക്ഷെ ശ്രമങ്ങൾ തുടരുന്നു എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ അന്വേഷണ സംഘത്തിൽ ഈ
ദൗത്യസംഘത്തിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അരിക്കൊമ്പൻ കാണാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിലെല്ലാം, അരിക്കൊമ്പൻ ഈ പ്രദേശങ്ങളിലൊക്കെ തന്നെയാണ് ഉള്ളത്, അവിടെയൊന്നും അരിക്കൊമ്പനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. സ്വാഭാവികമായിട്ട് അവരുടെ ഒരു പ്രാഥമിക നിഗമനം അനുസരിച്ച്, അരിക്കൊമ്പന്റെ ഒരു രീതി അനുസരിച്ച് അരിക്കൊമ്പൻ ഇങ്ങനെ പകൽ സമയങ്ങളിൽ തന്നെ ചിലപ്പോൾ മാറി നിന്ന് ഉറങ്ങാറുണ്ട്. അങ്ങനെ ഒരു സാധ്യതയിലേക്ക് കൂടി, അങ്ങനെ ഒരു നിഗമനത്തിലേക്ക് കൂടി ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ എത്തുന്നുണ്ട്. കാരണം അല്ലെങ്കിൽ ഇവൻ കറങ്ങി നടക്കുന്ന ആളാണ്. ഈ പ്രദേശത്ത് ഇവർ തിരയുന്ന ഇടങ്ങളിൽ എവിടെയെങ്കിലും അരിക്കൊമ്പൻ കണ്ടേനെ എന്നുള്ള വിവരം തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ചില പ്രദേശങ്ങളിൽ മാറി നിന്ന് ഉറങ്ങാറുണ്ട് എന്ന് പറയുന്നുണ്ട്. എന്തായാലും അതിലേക്കാണോ എത്തിയത് എന്നുള്ളത് ഒരു നിഗമനം മാത്രമാണ്. അത് അന്തിമമായി നേരിട്ട് കണ്ടെത്തിയുള്ള ഒരു വിലയിരുത്തലല്ല. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ. സാധാരണഗതിയിൽ അങ്ങനെയെങ്കിൽ, അങ്ങനെ ഉറങ്ങുന്ന സമയങ്ങളിൽ സാധാരണഗതിയിൽ പിന്നെ അവനെ കാണുന്നത് 12 മണിയോടുകൂടി എന്നൊക്കെയാണ് ഉദ്യോഗസ്ഥർ പറയുന്നത്. എന്തായാലും ദൗത്യസംഘം അവിടെ തെരച്ചിൽ തുടരുകയാണ്, കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ്. കണ്ടെത്തിയാൽ ഇപ്പോൾ തന്നെ കഴിയുന്നത്ര വേഗത്തിൽ തന്നെ മയക്കുവെടി വെക്കാനുള്ള ഒരു നീക്കത്തിലേക്ക് തന്നെയാണ്. ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോൾ ആനയെ കൃത്യമായി ആനയുടെ സ്ഥലം ലൊക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല, പക്ഷേ അരിക്കൊമ്പൻ ആനക്കൂട്ടത്തിനൊപ്പമാണ് എന്ന സൂചനകൾ തന്നെയാണ് ദൗത്യസംഘത്തിന് ലഭിക്കുന്നത് എന്ന് കേൾക്കുന്നു. അത് എന്തെങ്കിലും തരത്തിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അരിക്കൊമ്പൻ ഒറ്റയ്ക്കാണോ അല്ലയോ? നിലവിൽ അങ്ങനെ ഞാൻ ഇപ്പോ ഇത് വരുന്നതിന് തൊട്ട് മുൻപും ഞാൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ അടുത്ത് ബന്ധപ്പെട്ടപ്പോൾ അതിനെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിരുന്നത്. പക്ഷെ ഏറ്റവും പുതിയ വിവരങ്ങൾ അനുസരിച്ച് അങ്ങനെ വിവരങ്ങൾ ഉണ്ടോ എന്നുള്ളത് സ്വാഭാവികമായും സിമന്റ് പാലത്തിൽ നിന്ന് TG സജിത്തിൽ നിന്ന് ലഭ്യമാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷെ എന്തായാലും നിലവിൽ ലഭ്യമാകുന്ന ഉദ്യോഗസ്ഥരോട് ഏറ്റവും ഒടുവിൽ സംസാരിക്കുമ്പോഴും ഈ ആനക്കൂട്ടത്തിലുണ്ട് എന്നുള്ള വിവരം അവർ പങ്കുവച്ചിട്ടില്ല. അവർ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല, അതിനുള്ള ശ്രമം തുടരുന്നു എന്ന് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ആനക്കൂട്ടത്തിലില്ല എന്നുള്ളതായിരുന്നു ഏറ്റവും ഒടുവിൽ. പിന്നീട് വന്ന ആനക്കൂട്ടത്തിലേക്ക് കയറിയിട്ടുണ്ടോ എന്നറിയില്ല. ആനക്കൂട്ടത്തിന് അടുത്തു നിന്ന് തന്നെയാണ് രാവിലെ നമ്മൾ കണ്ട അരുൺ സക്കർ ഉൾപ്പെടെയുള്ള സംഘം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടത്. അത് അവിടെ അരിക്കൊമ്പൻ ആ കൂട്ടത്തിൽ ഇല്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് തന്നെയാണ്. സ്വാഭാവികമായി അതിനുശേഷം തന്നെയാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അരിക്കൊമ്പൻ ആനക്കൂട്ടത്തിൽ ഇല്ല എന്ന് പറയുകയും ചെയ്തത്. അതിലുണ്ടായിരുന്നത് ചക്കക്കൊമ്പനാണ് എന്ന് പറയുകയും ചെയ്തത്. എന്തായാലും നിലവിൽ നമുക്ക് ലഭ്യമാകുന്ന വിവരം അനുസരിച്ച് അരിക്കൊമ്പനെ ലൊക്കേറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഔദ്യോഗിക വിവരം. അനൗദ്യോഗിക വിവരങ്ങൾ പലതും പ്രചരിക്കുന്നുണ്ട്. അതിലേക്ക് വൈകാതെ എത്താൻ കഴിയും. അതിലെന്തെങ്കിലും തീർച്ചയായും ഔദ്യോഗിക വിവരങ്ങൾ വൈകാതെ ലഭ്യമാകും എന്ന് കരുതുന്നു. ശ്രീജിത്ത്, നമുക്ക് അറിയാം ആദ്യ ദൗത്യസംഘം 4:45 കൂടിയാണ് പുറപ്പെടുന്നത്. ഇപ്പോൾ ഏതാണ്ട് 5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു ആദ്യ സംഘം പുറപ്പെട്ടിട്ട്, ദൗത്യസംഘത്തിൽ ഉൾപ്പെട്ട ആദ്യ ടീം പുറപ്പെട്ടിട്ട്. ഇനി ദൗത്യം കൂടുതൽ തുടർന്നു പോകാനുള്ള സജ്ജീകരണങ്ങൾ ഈ 150 പേരടങ്ങുന്ന ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നുമുണ്ടോ? അതിൽ കൂടുതൽ നേരം കാട്ടിൽ തങ്ങി ഈ ആനയ്ക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്താനുള്ള സജ്ജീകരണങ്ങളുമായിട്ടാണോ ഈ സംഘം പുറപ്പെട്ടിട്ടുള്ളത്? മറ്റൊന്ന്, കുങ്കി ആനകളെ കൊണ്ടുപോയിട്ടുണ്ട്. ഇപ്പോൾ 9 മണിയായിട്ടേ ഉള്ളൂ എങ്കിൽ പോലും ചൂട് നല്ല രീതിയിൽ ഉയരുന്നുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെ താപനിലയൊക്കെ ഉയരുന്ന ഒരു സാഹചര്യത്തിൽ കുങ്കി ആനകളെ കൂടുതൽ നേരം അവിടെ നിലയുറപ്പിക്കുക എന്നത് സാധ്യമാണോ? രേണുക, എല്ലാ സജ്ജീകരണങ്ങളും ഉണ്ട്. പ്രത്യേകിച്ച് രാവിലെ പങ്കെടുത്ത ദൗത്യസംഘങ്ങൾക്ക് അടക്കം ഭക്ഷണം അടക്കം എത്തിച്ചു നൽകുകയായിരുന്നു. ഇവിടെയുള്ള മുഴുവൻ ഉദ്യോഗസ്ഥർക്കും വിവിധ വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർക്കെല്ലാം ഭക്ഷണം എത്തിച്ചു നൽകിയിട്ടുണ്ട്. 2 കുങ്കിയാനകളും ഇപ്പോഴും അവിടെ തുടരുന്നു എന്നുള്ളതാണ് ലഭ്യമാകുന്ന വിവരം. മറ്റൊരു പ്രധാനപ്പെട്ട വിവരം, ഈ ചൂട് എന്നുള്ളത് സാധാരണഗതിയിൽ മൂന്നാർ പോലുള്ള സ്ഥലത്ത് അത്രയും വലിയ ചൂട് അനുഭവപ്പെടുന്നില്ല. ഇത്ര നല്ല വെയിലുണ്ട്, പക്ഷെ ആ ഒരു നാട്ടിൽ മറ്റ് പ്രദേശങ്ങളിൽ അനുഭവപ്പെടുന്ന പോലെ ഈ ഹിൽ സ്റ്റേഷനിൽ അത്രയും വലിയൊരു ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടില്ല. ഒരുപക്ഷെ വരുന്ന മണിക്കൂറുകളിൽ അത്രയും ചൂടിലേക്ക് കാര്യങ്ങൾ എത്തിയേക്കാം. എന്തായാലും അങ്ങനെ ചൂടിലേക്കൊക്കെ എത്തി അത് ദൗത്യത്തിന് ഒരു പ്രതിസന്ധിയാകുന്ന ഘട്ടം ഇതുവരെ എത്തിയിട്ടില്ല എന്ന് വേണം ദൗത്യസംഘം ഇപ്പോഴും അവിടെ തുടരുന്നതിൽ നിന്ന് മനസ്സിലാക്കാൻ. എന്തായാലും അതിനനുസരിച്ചായിരിക്കും തുടർ തീരുമാനങ്ങൾ ഉണ്ടാവുക. തീർച്ചയായും. എന്തായാലും ദൗത്യസംഘം അവിടെ തുടരുന്നു എന്നതാണ് പ്രതീക്ഷ നൽകുന്നത്. ഇടുക്കിയിലെ ചിന്നക്കനാൽ, ശാന്തൻപാറ മേഖലകളെ വിറപ്പിക്കുന്ന അരിക്കൊമ്പനെ പിടികൂടുന്ന ദൗത്യം അത് വെല്ലുവിളിയായി തന്നെ തുടരുകയാണ്. 150 പേരടങ്ങുന്ന ദൗത്യസംഘം, 4 കുങ്കിയാനകൾ, ഇവ കാട്ടിൽ തന്നെ തുടരുന്നു. ദൗത്യം ഉപേക്ഷിച്ചിട്ടില്ല. ഇന്ന് തന്നെ ദൗത്യം പൂർത്തിയാക്കാനുള്ള ശ്രമങ്ങളാണ് ദൗത്യസംഘത്തിന്റെ ഭാഗത്തു നിന്നും ഉള്ളത്. പക്ഷേ അരിക്കൊമ്പനെ ഇതുവരെ ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല എന്നതാണ് സാഹചര്യം. അരിക്കൊമ്പന്റെ സ്ഥലം കണ്ടെത്താനായിട്ടില്ല, ലൊക്കേറ്റ് ചെയ്യാനായിട്ടില്ല. ആദ്യം കണ്ടെത്തിയത് ചക്കക്കൊമ്പനെയും
കൂട്ടത്തിലുള്ള ആനകളെയുമായിരുന്നു. അതിൽ നിന്ന് കാട്ടിലേക്ക് ദൗത്യസംഘം പോയി. അതിനുശേഷം അവർ തിരിച്ചെത്തി. പക്ഷേ ഇപ്പോഴും ആന എവിടെയാണ് ഉള്ളതെന്ന് സംബന്ധിച്ച് വ്യക്തമായ വിവരം ദൗത്യസംഘത്തിനില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ സാഹചര്യങ്ങൾ അനുകൂലമായി വന്നാൽ ആനയെ കണ്ടെത്തി ഇന്ന് തന്നെ ഈ ദൗത്യം പൂർത്തിയാക്കുന്നതിനുള്ള സാധ്യതകളാണ് ദൗത്യസംഘം തേടുന്നത്. എന്തായാലും ഞങ്ങളുടെ ന്യൂസ് 18ന്റെ ജി ശ്രീജിത്തും ടി ജി സജിത്തും അവിടെ തന്നെ ഉണ്ട്. ന്യൂസ് 18 സംഘം അപ്പോൾ ഈ ദൗത്യസംഘത്തിന്റെ നീക്കങ്ങളും വിവരങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂം ലൈവിൽ വിശദമായി അരിക്കൊമ്പൻ ദൗത്യം കാണാം. അനുബന്ധ ഉപകരണങ്ങൾ എന്നിവയുടെ കരാർ